ഹായ്, ഇന്നൊരു മാലയാണ് ഉണ്ടാക്കുന്നത്. പാലക്കയുടെ ലോക്കറ്റൊക്കെ വെച്ച് കുറച്ച് വൈറ്റ് ബീഡ്സും ഗോൾഡിൻ്റെ ബീഡൊക്കെ വെച്ചിട്ട് ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ പാലക്കയുടെ ഈ ലോക്കറ്റിൻ്റെ ഈ ഹോളിൽ കുങ്കുരു കോർത്തെടുക്കാം. അതിനായിട്ട് ജംബറിങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ കളറുള്ള കുങ്കുരു കോർത്തെടുക്കാം. ഇതുപോലെ ഇതിന് ചുറ്റും എല്ലാത്തിലും കോർത്തെടുക്കാം. അങ്ങനെ ലോക്കറ്റിൽ കുങ്കുരു കംപ്ലീറ്റായി കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് കോർത്ത് കൊടുക്കാം. ഇതിങ്ങനെ സെൻറ്ററിലായിട്ട് ആണ് വരേണ്ടത്. ഇനി ഗോൾഡ് ബീഡ് കോർക്കാം. രണ്ട് സൈഡിലും ഗോൾഡ് ബീഡ് കോർത്തെടുക്കാം. അതിനുശേഷം പാലക്കാട് തന്നെ ഈ ലോക്കറ്റാണ് കോർത്തെടുക്കുന്നത്. ഇതും രണ്ട് സൈഡിൽ കോർത്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡിലും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും രണ്ട് സൈഡിലും ഗോൾഡ് ബീഡാണ് ഇടുന്നത്. ഇനി വൈറ്റ് ബീഡ് ഇടാം. പിന്നെ വീണ്ടും ഗോൾഡ് ബീഡ്. ഇങ്ങനെ വൈറ്റ് ഗോൾഡ് എന്ന് നമ്മുടെ ആവശ്യത്തിന് ഇറക്കത്തിനനുസരിച്ച് അങ്ങനെ ഇട്ടിട്ട് കോർത്തെടുക്കാം. അതാ ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്തായിട്ട് കിടക്കണ മാലയായിട്ടാണ് കോർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എൻഡിൽ കൊളുത്ത് വയ്ക്കാം. ഇങ്ങനത്തെ കൊളുത്താണ് വയ്ക്കണത്.
ഇത് രണ്ടാക്കിയിട്ട് ആദ്യം ഗിയർ ലോക്ക് ഇട്ടിട്ട് ഈ കണ്ണി ഇട്ട് കൊടുക്കാം. കണ്ണി ഇവിടെ നിർത്തിയിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് 2-4 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. എന്നും ചെയ്യണ പോലെ തന്നെയാണ് ഇതിലും ചെയ്യണത്. ഇനി ഗിയർ ലോക്ക് ചെയ്തിട്ട് കൂടുതൽ വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗത്ത് നമ്മൾ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തും കൂടി ലോക്ക് ചെയ്യാം. അത് ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഈ ഹുക്ക് ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മാലയുടെ കുളത്തൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.